വാളയാറിൽ മരിച്ചുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ മുന്നിൽ വെച്ച ഒന്നാം പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് സിബിഐയുടെ കുറ്റപത്രം. കൂടാതെ ഇളയ കുട്ടിയെ ഒന്നാം പ്രതിക്ക് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കാനും മാതാപിതാക്കൾ ഒത്താശ ചെയ്തു. കൃത്യമായി ഇയാളാണ് മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇളയ മകളെ ഇയാൾക്ക് കാഴ്ചവെച്ചത്. 2 ആഴ്ച മുമ്പ് സിബിഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ വർഷങ്ങളായി അനുഭവിച്ച ലൈംഗിക ചൂഷണത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. സിബിഐ പറയുന്നതനുസരിച്ച് കുട്ടികളുടെ മരണത്തിൽ നീതിക്ക് വേണ്ടി സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അമ്മ തന്നെയാണ് കുട്ടികളുടെ മരണത്തിന് പിന്നിലെന്നും വ്യക്തമാവുകയാണ്. ഒന്നാം പ്രതി തന്റെ മൂത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു. അവധി ദിവസങ്ങളിൽ ഒന്നാം പ്രതിയെ വീട്ടിൽ മദ്യം നൽകി സ്വീകരിക്കുകയും പ്രായപൂർത്തിയാകാത്ത മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സകല സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തതും അമ്മയായിരുന്നു. ഈ കേസിൽ അച്ഛൻ 3-ാം പ്രതിയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് പിതാവ് കണ്ടു. എന്നിട്ടും ഇവർ കുട്ടിക്ക് വേണ്ടുന്ന സുരക്ഷയും സംരക്ഷണവും ഒരുക്കിയില്ല. പോലീസിൽ പരാതിപ്പെട്ടതുമില്ല. 13 വയസ്സുള്ള പെൺകുട്ടിയെ 2017 ജനുവരി 13-നും 9 വയസ്സുള്ള പെൺകുട്ടിയെ അതേ വർഷം മാർച്ച് 4-നുമായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂത്ത മകളുടെ മരണശേഷവും അമ്മയും അച്ഛനും ഇളയ പെൺകുട്ടിയെ ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നുവെന്ന് സിബിഐ പറയുന്നു. സഹോദരിയുമായി അടുപ്പമുണ്ടായിരുന്ന ഇളയ പെൺകുട്ടിക്ക് പ്രതി തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നുവെന്ന് സിബിഐ റിപ്പോർട്ട് ചെയ്തു. കേസിൽ വിചാരണ കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത സിബിഐ അമ്മയുടെയും അച്ഛന്റെയും മനഃപൂർവ്വമായ അശ്രദ്ധ കാരണം 2 പെൺകുട്ടികളും ഒന്നാം പ്രതിയാൽ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും വിധേയരായി എന്ന നിഗമനത്തിലെത്തിയത്. പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് ഈ കേസ് സംസ്ഥാനത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. തന്റെ പെൺമക്കൾക്ക് നീതി ലഭിക്കുന്നത് വൈകിയതിൽ പ്രതിഷേധിച്ച് അമ്മ തല മൊട്ടയടിക്കുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.